ഹലോ, അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് കാലത്തെ കുറച്ച് പണികളൊക്കെ കൂടിയുള്ള ഒരു കുഞ്ഞു വീഡിയോ എടുക്കാൻ ഓർത്തിരിക്കണേ ഞാൻ. അപ്പോൾ എനിക്കിന്ന് മീറ്റിംഗ് ഉണ്ട് 11:30. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് പറ്റുവാണെങ്കിൽ എല്ലാ പണിയും ഒന്ന് അടുക്കളയെല്ലാം ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് തട്ടിക്കുട്ടി ഒതുക്കി വെച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ ഇതേ കടല രാവിലത്തേക്ക് കടലയും ഉപ്പുമാവും കടലക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കുട്ടീനെ ഞാൻ അങ്ങോട്ട് വിട്ട്, എപ്പോഴും പുട്ടല്ലേ ഉണ്ടാക്കണത്. അപ്പോൾ അതുണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ ആലുവിന് ഉപ്പുമാവ് വേണ്ട, കലക്കിച്ചുട്ട ദോശ മതിയെന്ന്. അപ്പോൾ പിന്നെ എന്നാൽ കലക്കിച്ചുട്ട ദോശയും കടലക്കറിയും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കടല അടുപ്പത്തോടെ വയ്ക്കാം. ഒരാൾ സ്കൂളിൽ പോയി കേട്ടോ, ചെറിയ ആൾ. അയാൾ ബ്രെഡും ജാമും കഴിച്ചിട്ട് പോയി. അയാൾക്ക് ഈ വക സാധനങ്ങളൊന്നും കിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം. അപ്പോൾ ആൾ പോയി. അപ്പോൾ ആൾ പോയ ശേഷമാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കയറിയത് കേട്ടോ. അപ്പോൾ തുടങ്ങാം. ഞാനിവിടെ ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ പുട്ടുണ്ടാക്കി കളയും കേട്ടോ. ഞായറാഴ്ച നമുക്ക് എന്നും ചിലപ്പോൾ മിക്കപ്പോഴും പുട്ടായിരിക്കും, ഇല്ലെന്നാണെങ്കിൽ വെള്ളയപ്പം. പിന്നെ ഞായറാഴ്ച ദിവസം പുട്ട് കഴിക്കണമെങ്കിൽ ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല, കാരണം പുഴുങ്ങിയ ബീഫൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ. അല്ലാതെയുള്ള ഈ ഇട ദിവസങ്ങളൊക്കെ പുട്ടുണ്ടാക്കുമ്പോൾ ചേട്ടനിപ്പോൾ ചെകുത്താൻ കയറണേണ്. പിന്നെ കറികൾ ഞാൻ വേറെ വേറെ ഉണ്ടാക്കും കേട്ടോ. എന്നും പുട്ടാണെന്ന് പറഞ്ഞിട്ട് കറി ഒരു കടലക്കറി മാത്രമല്ല കേട്ടോ. ചിലപ്പോൾ ഇന്ന് പഴം വെച്ചാൽ നാളെ ചെറുപയർ വയ്ക്കും, അല്ലെങ്കിൽ പിന്നെ കടലക്കറി, മുട്ടക്കറി, അങ്ങനെ മാറ്റി വയ്ക്കും. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പുട്ട് മാറ്റി ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കരുതിയപ്പോൾ അത് മക്കൾക്കും വേണ്ട, ഉപ്പുമാവ് അതുങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ എന്നാൽ കലക്കിച്ചുട്ട ദോശയാക്കാമെന്ന് കരുതി. അതാകുമ്പോൾ പിന്നെ അതിലും എളുപ്പത്തിൽ കഴിയുമല്ലോ. അപ്പോൾ അത് ചേട്ടന് ഇഷ്ടമല്ല കേട്ടോ, ദോശയെ ഇങ്ങനെ ഉപ്പും വെള്ളമൊക്കെ കലക്കി ഉണ്ടാക്കണ ദോശ ചേട്ടന് അത്ര വലിയ താല്പര്യമില്ല. എന്നാലും കഴിക്കും, വേണ്ടാന്നും പറഞ്ഞാൽ വേണ്ടാന്ന് നിർബന്ധം പിടിക്കൂല, കഴിക്കും. 1-2 കഴിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ട കടല അടുപ്പത്താക്കാവേ. ഉച്ചവരെ ഉള്ളതെന്നാണെങ്കിൽ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വരുവുള്ള ആള്. അപ്പോൾ കറി കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെ പിന്നെ ഫ്രിഡ്ജിൽ മുട്ട ഇരിക്കുന്നുണ്ടായിരുന്നപ്പോൾ അതിൽ നിന്ന് ഒരു മുട്ടയൊക്കെ വറുത്ത് കൊടുത്ത് ആളെ വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു 1:15 ഒക്കെ ആകുമ്പോഴത്തേക്കും വരും. വന്ന് കഴിയുമ്പോൾ ചില നേരം ഇപ്പം ഇവിടെ ഇന്നലെ ഞാൻ ഒരു ഇച്ചിരി ചിക്കൻ ഉണ്ടായിരുന്നത്, ഇങ്ങനെ ചിക്കൻ കൊണ്ടാട്ടം പോലെ ഉണ്ടാക്കി. അതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചിക്കൻ ആയത് കൊണ്ടിട്ട് ആളെ ഒരു ഇച്ചിരി ചോറ് ഇവിടെ വന്നിട്ട് കഴിച്ച്. മീനൊക്കെ ആണെങ്കിൽ അങ്ങനെ വലിയ മൈൻഡ് ഉണ്ടാവില്ല. ചിക്കൻ ആയത് കൊണ്ടിട്ട് ഇന്നലെയും ഇവിടെ വന്നിട്ടൊരു 2 പിടി കഴിച്ച്. അല്ലെങ്കിൽ അയാൾ വന്ന നേരത്തായിരിക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇച്ചിരി ചോറ് തട്ടേന്ന് വെച്ചാൽ വേണ്ടെന്ന് പറയും. മീനൊക്കെ വറുത്തതാണെങ്കിൽ ഇച്ചിരി വായി വെച്ച് കൊടുക്കാൻ പറയും, ചോറ് ഇല്ല. പിന്നെ അവിടെ നിന്ന് കഴിച്ചിട്ടാണോ വന്നത്. അപ്പൊ അതേ സവോളയും പച്ചമുളക് ഇഞ്ചി എല്ലാം അരിഞ്ഞിട്ടുണ്ട്, ഉപ്പും ചേർത്ത് വേവാനുള്ള വെള്ളവും നമുക്കിനി അടുപ്പത്തേക്ക് വെക്കാം. അതേ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ കഞ്ഞിക്ക് വയ്ക്കാം. ഈ അടപ്പം എന്തായാലും കഞ്ഞിക്കിട്ടേക്കാന്ന് അരിയെടുക്കട്ടെ കേട്ടോ. അങ്ങനെ ദേ അരിയെല്ലാം കഴുകി ഞാൻ അടുപ്പത്താക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ കടല ദേ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കടല ഇറക്കിയിട്ട് വേണം നമുക്കിനി ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്, ചപ്പാത്തിയല്ല കലക്കിച്ചുട്ട ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാൻ. ഞാൻ കടല വെള്ളത്തിലിട്ട് പോയത് കൊണ്ടിട്ടാണ് കേട്ടോ, അല്ലെന്നാണെങ്കിൽ ഞാൻ ശർക്കര ചപ്പാത്തി ഉണ്ടാക്കി. അതാകുമ്പോഴത്തേക്കും ചേട്ടന് കുറച്ചും കൂടെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ കടല നമ്മൾ രാവിലത്തേക്ക് വെക്കാൻ വേണ്ടി എടുത്തു പോയല്ല. അപ്പോൾ എന്നാൽ കലക്കിച്ചുട്ട ദോശ തന്നെ ആക്കാമെന്ന് കരുതി. അങ്ങനത്തെ മാവ് നമ്മുടെ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്, അതിലേക്ക് ഉപ്പും വെള്ളവും ഇട്ട് കലക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കലക്കിച്ചുട്ട ദോശ റെഡി. എളുപ്പ വഴിയാണ്, പക്ഷേ അത്ര വലിയ രുചിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാനൊരു പണി ചെയ്യും കേട്ടോ. നമ്മൾ മൈദപ്പൊടിയില്ലേ, മൈദപ്പൊടിക്കകത്ത് മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് അത് ഗോതമ്പ് പൊടിക്കകത്തും ചെയ്യുമെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ഗോതമ്പ് പൊടി അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. മൈദയുടെ അകത്തോട്ട് 2 മുട്ട പൊട്ടിച്ചിട്ട് നമ്മൾ പൊടി എടുക്കുന്നതിനനുസരിച്ച് പിന്നെ കുറച്ച് കൊച്ചുള്ളിയില്ലേ, അതും കൂടെ പൊടിയാക്കി അരിഞ്ഞിടും, പച്ചമുളക് ഇടും, വേപ്പിലിടും, മഞ്ഞൾ പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് കലക്കി ഇതേപോലെ ചുട്ടെടുക്കും. അത് നല്ല തേങ്ങയും ചിരവി ഇടും കേട്ടോ. അത് നല്ല കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ രാവിലെയൊക്കെ മൈദ അത്ര വലിയ നല്ലതല്ല എങ്കിൽ കൂടി ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി ഇങ്ങനെ എടുത്തന്നേ ഉള്ളേ. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങിയ സമയത്ത് ഞാൻ വലിയ ഡയലോഗൊക്കെ അടിച്ച് പണിയൊക്കെ കൂട്ടിയിട്ട് പോകാൻ പറ്റുമെന്ന്, പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. ഡയലോഗ് അടിച്ചത് മാത്രമേ കാര്യം ഉണ്ടായുള്ളൂ. അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൻ ഇന്നലെ തലേദിവസം ചാള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് അപ്പൻ ഇച്ചിരി മീൻ കൊണ്ടുവന്നത്. അപ്പോൾ ചാള കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാനത് കയ്യോടെ തന്നെ ഇച്ചിരി ചൂടാട് കൂടി തിളപ്പിച്ച് ഞങ്ങൾ രാത്രി തന്നെ എടുത്ത്, ബാക്കി ഞാൻ വെട്ടിത്തേച്ചൊന്നും കഴുകാണ്ട് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ച്.
ഒരു മടി, കള്ള മടി വന്നു. അല്ലെങ്കിൽ ഞാൻ പിന്നെ ചില നേരമൊക്കെ നല്ല മീനൊക്കെ കിട്ടുമ്പോഴത്തേക്കും അപ്പം തന്നെ അങ്ങോട്ട് വെട്ടി തേച്ച് കഴുകി ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ്. പക്ഷേ എനിക്ക് ഇന്നലെ അതായത് തലേ ദിവസം ഒരു മടി വന്നപ്പോൾ ഞാൻ ഇച്ചിരി മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എടുത്ത് വെള്ളത്തിലിടേണ്ടതിന് പകരം ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ഐസ് വിട്ട് കിട്ടാനായിട്ടേ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മീറ്റിങ്ങിനും പോകാനുണ്ട് 11:30. അപ്പോൾ അതിന് മുമ്പ് തന്നെ മീനൊക്കെ കുറച്ച് വെട്ടിത്തേച്ച് കഴുകി ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വന്നിട്ട് കറി വെക്കാമല്ലോ എന്നും കൂടി കരുതി. പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. മീൻ വെട്ടി വരുമ്പോൾ എനിക്ക് കുറച്ച് സമയം എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് കുളിക്കാതെ പോകാനും പറ്റില്ല. പിന്നെ ആൾക്കാരുടെ കൂട്ടത്തിൽ പോയി കുളിക്കാണ്ടൊക്കെ ഇരുന്നുണ്ടെങ്കിൽ ഭയങ്കര മീനിൻ്റെ മണമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പാടെ തന്നെ മീൻ അങ്ങനെ മൂടി വെച്ചേച്ച് വേണ്ട നേരെ റെഡിയായി നമ്മൾ മീറ്റിങ്ങിന് ഞാൻ പോകാൻ വേണ്ടി ഒരുങ്ങിയത്. അപ്പോൾ ദോശ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും കടലക്കറി ആണെങ്കിൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ മടിയം മല ചുമക്കണ പോലെയാണ് ഞാനിന്ന് ഓരോ പണികളും ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. കടലക്കറി ആണെങ്കിൽ കടലയിൽ തേങ്ങയും അരച്ച് ചേർത്തില്ല, കടലയും അരച്ച് ചേർത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് കടൽ പോലത്തെ കടലക്കറി എന്ന് പറയില്ല, വെള്ളം പോലത്തെ. എന്നാലും ഞാനത് വറ്റിച്ചെടുത്ത് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ചായ കുടിയൊക്കെ കഴിച്ച ശേഷം ഞാൻ പെട്ടെന്ന് പോയി റെഡിയായി. കണ്ണടിയൊക്കെ വെച്ച് പോണ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഭയങ്കര വെയിലാണ് കേട്ടോ, അത്രയും വെയിലാണ്. പിന്നെ വരുമ്പോഴും നല്ല വെയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ആ കണ്ണാടി ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ 1-2 വർഷമായിട്ടേ ആയിരുന്നു. മീഷോന്ന് വാങ്ങിയതാണ് ഞാൻ. 100 ചില്ലാനും രൂപ പറ്റിയായിരുന്നു. ഒരു വൈറ്റും ഉണ്ട്, പിന്നെ ആ ബ്ലാക്ക് ഫ്രെയിമിൻ്റെതും ഉണ്ട്. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് പോവാറുണ്ട് ഇടയ്ക്കൊക്കെ. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വന്ന ശേഷം കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത്. അത് ചെമ്മിപ്പുളിയാണ് കേട്ടോ, നമ്മുടെ ഇരുമ്പം പുളി എന്നൊക്കെ പറയില്ല, നമ്മുടെ ഇവിടെ ചെമ്മിപ്പുളി എന്നാണ് കേട്ടോ പറയാറ്. അത് ഞാൻ അവിടെ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. നമ്മുടെ വീട്ടിൽ ചാള ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ അത് തേങ്ങ അരച്ച് കറി വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ വന്ന പാടെ തന്നെ വീണ്ടും നമ്മൾ രാവിലെ ഇട്ടേച്ച ഡ്രസ്സ് എടുത്തിട്ടു, കുളിച്ചിട്ടില്ലല്ലോ. അങ്ങനെ മീനെല്ലാം വെട്ടിത്തേച്ച് കഴുകി കേട്ടോ. ചാളയൊക്കെ എല്ലാം വെട്ടിത്തേച്ച് കഴുകി വറുക്കാനുള്ളതിലോട്ട് നമുക്കിനി വരഞ്ഞിട്ടും മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ കുഞ്ഞു ചാള ചെയ്തുകൊണ്ടിട്ട് നടുവേലാണ് കേട്ടോ ഒന്ന് ഞാൻ നീളത്തിൽ വരഞ്ഞു കൊടുത്തേക്കണത്. കുഞ്ഞു വരയിടുമ്പോഴത്തേക്കും കുറേ ആവും, അതുപോലെ കയ്യും മുറിയും ചിലപ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് ഒരൊറ്റ വരയിട്ട് കൊടുത്ത കാര്യം കഴിഞ്ഞല്ല. അങ്ങനെ മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ തേച്ച് കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി നമുക്കവിടെ വെച്ചിട്ടുണ്ട് കറി വയ്ക്കാനുള്ളത്. അപ്പോൾ ആ കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെയാണ് ഞാൻ ഈ നന്നാക്കി എടുക്കണത്. ഇരുമ്പം പുളി അതായത് ചെമ്മിപ്പുളി ഞാനൊന്ന് കഴുകി നെടുനീളം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറിക്ക് വേണ്ട തേങ്ങയെല്ലാം ചിരവി വെച്ചു, ഉള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കറി വെച്ചാൽ മതി. തേങ്ങയരപ്പിൻ്റെ അകത്തോട്ട് ഞാൻ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഇട്ട് അരച്ചെടുക്കും കേട്ടോ തേങ്ങയുടെ അകത്തോട്ട്. ഇനിയുള്ള കാര്യം പറയാമല്ലോ, ഞാൻ കൂടുതലും ഇങ്ങനെ നല്ല പുളിയാക്കിയിട്ട് തേങ്ങ അരച്ച് വയ്ക്കാമെന്ന് പറഞ്ഞ കാര്യം ഇന്നലെ ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇച്ചിരി എടുത്ത് തിളപ്പിച്ചെന്ന് പറഞ്ഞില്ലേ, വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പച്ചയാണെന്നുള്ള ഒരു ഇതിൽ നമുക്ക് അങ്ങോട്ട് കഴിക്കാമെന്ന് മാത്രം, ഒരു രുചിയും ഉണ്ടായിരുന്നില്ല. ഈ വാലയും അങ്ങോട്ട് പിളർന്ന് ഇങ്ങോട്ട് പോന്നെയായിരുന്നു. പിന്നെ നമുക്ക് അപ്പം ഇങ്ങനെ വെറുതെ കൊണ്ടുവന്നതിനോട് നമുക്കിനി കളയാനൊന്നും പറ്റുമൊന്നുമില്ലല്ലോ. നമ്മൾ പുറത്തുനിന്നൊരു കാശ് കൊടുത്തിപ്പോൾ ഈ ചാള ഇപ്പോൾ എത്ര കൊള്ളില്ലെന്നാണെങ്കിലും നമ്മൾ വാങ്ങുമ്പോൾ എങ്ങനെ വന്നാലും ഒരു 10, 150, 200 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ അപ്പനിങ്ങനെ കൊണ്ടുവന്നേക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് കളയണത്, ഇപ്പോൾ ടേസ്റ്റ് ഇല്ലെന്നാണെങ്കിലും. അപ്പോൾ ഒരു ഇച്ചിരി രുചിയോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തേങ്ങ അരച്ച് വെക്കണത് ഞാൻ. അത് നല്ല പുളിയൊക്കെ ഇട്ട് വയ്ക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാകുമല്ലോ എന്ന് കരുതി. അങ്ങനെ കറിക്കുള്ള ഉള്ളിയെല്ലാം വഴറ്റി തേങ്ങയരപ്പൊക്കെ ചേർത്തു. ചാറിനാവശ്യമായി വെള്ളം ഒഴിച്ചു കൊടുത്ത് തിള വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പുറത്തടപ്പിൽ വറക്കാനും വെച്ചിട്ടുണ്ട്. എത്ര രുചിയില്ലാത്ത മീനാണെങ്കിലും നമ്മൾ ഇതുപോലെയൊക്കെ കറി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ കുറച്ച് ചോറ് കഴിച്ചു പോകും അല്ലേ. അങ്ങനെ ഞങ്ങളുടെ ഊണെല്ലാം കഴിഞ്ഞു കേട്ടോ ആ നേരം കൊണ്ട്. അങ്ങനെ നമ്മുടെ ചോറ് പുളി കഴിഞ്ഞ് ചോറ് നിന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് അപ്പനെ എന്തോ കോള് വന്നു, മറ്റേ കളത്തറ ചാല് പൊട്ടിക്കണമെന്ന് പറഞ്ഞ്. ഞങ്ങൾ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. അപ്പം പോയി കേട്ടാ, പൊട്ടിക്കണമെന്ന് അറിയാൻ പാടില്ല, അത് നോക്കാമെന്ന് വിചാരിച്ച്. കാണാൻ പറ്റണമെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു കേട്ടാ. അതിനും പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ചായക്കും കൂടെ വാങ്ങാം നമുക്ക് വരുന്ന വഴി. അവിടെ പോയിട്ട് അവിടെ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല കേട്ടാ. എല്ലാ വർഷവും ഇതേപോലെ ചാല് പൊട്ടിക്കണമെന്ന് പറഞ്ഞാൽ അപ്പനൊക്കെ പോകുമ്പോൾ ഫിലോപ്പിയും കരിമീനൊക്കെ കൊണ്ടുവരാറുണ്ട്. ഈ ചില നേരമൊക്കെ ഒന്നും ഉണ്ടാവില്ല, ചില നേരമൊക്കെ കുറേ മീനൊക്കെ കിട്ടും. അപ്പം നമുക്ക് നോക്കാം. അവിടെ പൊട്ടിക്കണമെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണാൻ പോളാം.
റെഡി ആയിരിക്കണത് ചേട്ടനെ കാത്ത് നിൽക്കണേണ്. ഞാൻ ആമി റെഡിയായി. ആമി ഇവിടെ എന്റെ പൊന്നേ കൊച്ചിന് പറ്റും. എങ്ങോന്തേ നമ്മുടെ ഗേറ്റ് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ശക്തിയിൽ തള്ളിയാലാണ്ട് അത് അങ്ങോട്ടൊന്ന് നീങ്ങുള്ളൂ. അപ്പോൾ ആമിക്കുട്ടി അങ്ങനെ തള്ളണപ്പോഴേ ചേട്ടൻ ഞെട്ടിത്തരിച്ച് നിന്നുപോയതായിട്ടാണ് നിങ്ങളെ കണ്ടത്. കാരണം നെഞ്ചത്ത് നീര് വീഴും. കാരണം അത്രയും എന്താ പറയുക ഭയങ്കര ബലം കൊടുത്ത് അങ്ങോട്ട് തള്ളിയാലാണ് ആ ഗേറ്റ് അങ്ങൊന്ന് പോകുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കളത്തറയിൽ വന്നിട്ടുണ്ട്. എപ്പോഴും നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടി വരൂലേ, പിലോപ്പിയും ഒക്കെ വാങ്ങാൻ വേണ്ടി വന്ന സ്ഥലമുണ്ട് ഇത്. മൊത്തത്തിലൊന്ന് ഞാൻ അങ്ങ് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് ഇറങ്ങണതെന്നാണ് എൻ്റെ ഒരു ഊഹം. കാരണം ഞാൻ ഇതുവരെയൊക്കെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് കാണാമെന്ന് കരുതിയിട്ടാണ് രണ്ടും കൽപ്പിച്ച് ഇങ്ങ് പോകുന്നത്. അപ്പോൾ ചൂണ്ടക്കാരുടെ ബഹളം പറഞ്ഞു. ആ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റം വരെ ആളുകൾ ചൂണ്ടിടന്ന് ഇടന്നിട്ട് പിള്ളേരുണ്ട്, വലിയ ആൾക്കാരും ഉണ്ടായിരുന്നേ. അമ്മോ നാടിനോടെ കണ്ടില്ലല്ലോ. പക്ഷേ അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാണല്ലോ നിൽക്കണത്. വേണ്ട മോനെ അങ്ങോട്ട് വീണു. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആമിക്കുട്ടിക്ക് അതിൻ്റെ പറ്റേൽ പോയി നിന്ന് കാണണമെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നെ നോക്കിയപ്പോഴത്തേക്ക് നല്ല താറാക്കൂട്ടങ്ങൾ ഇങ്ങനെ നീന്തി പോണു. കുറേ നാളുകളായിട്ട് ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. എന്നാൽ ഞാൻ ആ കൊച്ചിനെയുമായിട്ട് പറ്റേൽ പോയി നിന്ന് കാണിച്ചു കൊടുക്കാമെന്ന് കരുതി ആ അരികത്ത് പോയി നിന്ന് നമ്മൾ ആ വീഡിയോയ്ക്ക് എടുത്ത് അതൊക്കെ കുറച്ച് നേരം കണ്ടങ്ങനെ ആസ്വദിച്ചൊക്കെ നിന്ന്. എന്നിട്ടും ചാല് പൊട്ടിക്കണ ലക്ഷണമൊന്നുമില്ല. ഞങ്ങളവിടെ കുറച്ച് പേരോടൊക്കെ ചോദിച്ചപ്പോൾ അവരും ഇങ്ങനെ കാത്തു നിൽക്കാനാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അധികം നേരം നിന്ന് കേട്ടോ. അത് ലാസ്റ്റ് പിന്നെ മതിയായി. കാരണം ഇരിക്കാനും ഒരിടവും. അങ്ങനെ നിന്ന് ലാസ്റ്റ് മതിയായപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ നമ്പ്യാപുരത്തേക്ക് പോയി കേട്ടോ, കടി വാങ്ങാനായിട്ട്. ചായക്കടിയും കൂടെ വാങ്ങാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ നമ്പ്യാപുരത്ത് ചെന്നപ്പോൾ അവിടെ കുറേ തൊട്ടടുത്ത് കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ ഒരു വണ്ടിക്കാരൻ ആ ഒരു അപ്പൂപ്പൻ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്നിട്ട് നമ്മൾ സമൂസയും കട്ട്ലേറ്റും വാങ്ങിയിട്ടാ. ഞാൻ എത്ര നേരം നിന്ന കാര്യമായി. ഞാനാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞും പോയാലും അത് കാണിച്ചു തരാമെന്ന്. അതൊട്ട് കാണിക്കാനും പറ്റില്ല, എനിക്ക് വിഷമമായി പോയി കേട്ടോ. ഞാനും കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും അപ്പൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് രാത്രി ആയപ്പോഴത്തേക്കും അപ്പനോട് ആരോ പറഞ്ഞ് രാത്രി വരെയായിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, ചിലപ്പോൾ വെളുപ്പിനെങ്ങാനും പൊട്ടിച്ചേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേപോലെ തന്നെ പിറ്റേ ദിവസം വെളുപ്പിനായപ്പോഴത്തേക്കും ചാല് പൊട്ടിച്ച്. കാരണം ഇന്നലെ അപ്പൻ അവിടെ നിന്ന് തുമ്പച്ചിയും 2-3 പിലോപ്പിയൊക്കെ കൊണ്ടുവന്ന്, കരിമീനും ഉണ്ടെന്ന് തോന്നുന്നു ആ കൂട്ടത്തിൽ. 3-4 ഉള്ളൂ. തുമ്പച്ചിയും കരിമീനും പിലോപ്പിയുമായിട്ട് അപ്പൻ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടാകുന്നുണ്ട്. അതായത് നമ്മളിത് മിനിഞ്ഞാന്ന് എടുക്കുന്ന വീഡിയോയാണേ. ഇന്നലെ എനിക്കത് എഡിറ്റ് ചെയ്യാനൊന്നും നേരം കിട്ടാനത് കൊണ്ടിട്ടാണ്. അതാണ് പറഞ്ഞത്. ഇന്നലെ അതായത് നമ്മൾ പോയതിൻ്റെ പിറ്റേ ദിവസം വെളുപ്പിനെങ്ങാണ്ട് പൊട്ടിച്ച്. കാരണം അപ്പം പോയിട്ടുണ്ടായിരുന്നു 3 മണിക്ക്. അങ്ങനെ മീനും കൊണ്ടാണ് അപ്പം വന്നത്. അങ്ങനെ നമ്പ്യാപുരത്ത് നിന്ന് നമ്മൾ കടികളൊക്കെ വാങ്ങി നേരെ വീട്ടിൽ വന്നു കേട്ടോ. ഇത് എൻ്റെ മോനിവിടെ വഴക്കിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ചക്കരമോൻ, അമ്മയുടെ ചക്കരമോനിവിടെ വഴക്കിട്ട് കിടക്കണ എന്നിട്ടൊക്കെ കണ്ട വാളിട്ട് ഡുണ്ടു എന്ന് പറഞ്ഞ ആട്ടണ കണ്ട. അമ്മന് കുഞ്ഞെവിടെടി? വാ വാ അമ്മയുടെ പോവാ വാ. പൂച്ച വരും വാ. എൻ്റെ ചക്കര മോനാണ്, എൻ്റെ കുഞ്ഞു മോനാണ് കേട്ടോ. അമ്മയുടെ കുഞ്ഞാണ് കേട്ടോ. അമ്മയുടെ കുഞ്ഞിനെടി വാടി. മിക്കീനെയും ചിമ്പൂനെയൊക്കെ വീഡിയോയിൽ കാണിച്ചില്ലെങ്കിലേ കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, മിക്കീനെ എന്താ കാണിക്കാനെന്ന്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ അവനെ എല്ലാ വീഡിയോയിലും കാണിക്കുന്നത്. അവന് ഭയങ്കര കുശുമ്പാണ് കേട്ടോ. നമ്മുടെ ചിമ്പൂനെ കളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അവന് ഭയങ്കര കുശുമ്പ്. അപ്പോൾ കുറേ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു മിക്കീനെയും കൂടി പരിഗണിക്കണേന്ന്. പിന്നെ അവനല്ലേ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ കുഞ്ഞ്. അങ്ങനെ 2 പേരെയും കുറച്ച് നേരം മാറി വർത്താനമൊക്കെ പറഞ്ഞ ശേഷം നേരെ അടുക്കളയിൽ വന്നിട്ട് ഞാൻ ചായ വെച്ച് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കും ഒരു 5-5:30 മണിയായി എന്ന് തോന്നുന്നു. അങ്ങനെ ചായ വെച്ച് കടി വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ചായയും കടിയും കൂടെ കഴിക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കണേണ് ഞാൻ. അപ്പോൾ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മളവിടെ പോയ വിശേഷങ്ങൾ ഞാൻ പറയണേണ്ട, കാണാൻ പറ്റിയില്ല, ഇന്നെപ്പോലെയാണെന്നൊക്കെ പറയണേ. അപ്പൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളിലും മുമ്പ് അപ്പം വന്നല്ല. അപ്പോൾ ചോദിച്ചപ്പോൾ അപ്പം പറയണേ പോലീസുകാർ ഓടിച്ചിട്ടെന്ന്, ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് പറഞ്ഞു വിട്ടെന്ന് പറയുന്നുണ്ട്. ഇത് ഇടയ്ക്കൊക്കെ ഇതേപോലെ സംഭവിക്കാറുണ്ട് കേട്ടോ. കാരണം ചാല് പൊട്ടിക്കുന്നതിന് മുൻപൊക്കെ ചിലവർ ധൃതി മൂത്തിട്ട് പെട്ടെന്നൊക്കെ എടുത്ത് ചാലിലൊട്ടൊക്കെ എടുത്ത് ചാടുകയും. അപ്പോൾ അതൊന്നും വഴക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനാണ് അവിടെ പോലീസുകാർ വന്നത്. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരെയും പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പൻ. എന്തായാലും ഈ പ്രാവശ്യം നമുക്കത് കാണാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യമെങ്കിലും നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. ടാറ്റാ.